ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ പൊട്ട് അല്ലെങ്കിൽ ബിന്ദി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ബിന്ദികൾ നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. നിസ്സാര വിലയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബോക്സിലൊക്കെ വരുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ 10 രൂപ 20 രൂപയ്ക്കൊക്കെ ഒരു ഫുൾ ബോക്സൊക്കെ കിട്ടും. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ളതോ ഏതാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലോത്ത് ബാഗ് ഉണ്ടല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ക്ലോത്ത് ബാഗ്, ഇത് എടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇതേപോലെ 2 പീസ് റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇനി അതിന് ശേഷം നമ്മളിതാ ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഗ്ലൂ ഇതിന് ശേഷം അപ്ലൈ ചെയ്താലും മതി, പക്ഷെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കമ്മലിൻ്റെ ബാക്കിലൊക്കെ ഇടുന്ന അതില്ലേ, അത് ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് വേറൊരു പീസ് വെച്ച് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇയർ സ്റ്റഡ് ബാക്ക് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പൊട്ടുകളുണ്ടല്ലോ, ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന വിധത്തിൽ വേണം അടുത്തത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 5 എണ്ണമാണ്, 5 അല്ലെങ്കിൽ 7 നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലാവണ്ട, വളരെ വലുപ്പത്തിൽ വേണമെങ്കിൽ 7 വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 5 വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് 5 ആണ് കുറച്ചുകൂടെ ഈ ഭംഗിയായിട്ട് തോന്നിയത്, അതുകൊണ്ട് ഞാൻ ആദ്യം 7 നോക്കിയിട്ട് പിന്നെ 5 തന്നെ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന വിധത്തിൽ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി എക്സസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു വൈറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സാക്ട്ലി എങ്ങനെ വൈറ്റ് ഷീറ്റിൻ്റെ റൗണ്ട് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് ബിന്ദി ആദ്യമേ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വൈറ്റ് ഷീറ്റിൽ വെച്ച് കൊടുക്കുക. നോക്കിയിട്ട് അതിൻ്റെ സൈസ് എത്ര വരും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ ഈ സൈഡ് ഭാഗത്തൊക്കെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ആ വൈറ്റ് കളർ കളയണം, എന്നാൽ മാത്രമേ ഭംഗിയാവുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് ഗ്ലൂ സെൻറ്ററിലും കൂടെ കൊടുത്തിട്ട് ഒരു ബീഡും കൂടെ അതിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബീഡും കൂടെ അതിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ബീഡും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊരു 75-90% ഉണങ്ങി കഴിയുമ്പോൾ ഇതേപോലെ കൈമ വെച്ചൊന്ന് ഇങ്ങനെ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ലുക്കിലോട്ട് അത് വരും. പെറ്റൽസൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു ലുക്കിലോട്ട് അത് വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഉണങ്ങാതെ ചെയ്യരുത് കേട്ടോ. ഉണങ്ങാതെ മീൻസ് 90% ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഊരിപ്പോരും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി പൊട്ടൊക്കെ ആകുമ്പോൾ ഫെൽറ്റ് ക്ലോത്ത് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ജ്വല്ലറി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഓൺലൈനിലൊക്കെ നമുക്ക് നല്ല വില കൊടുത്ത് മേടിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പൊട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഇനി ഇത് പൊട്ടായിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്ത് ടിക് ടാക് ക്ലിപ്പായിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇയറിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് പെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ടിക് ടാക് ക്ലിപ്പിലോ നമ്മുടെ ഹെയർ ബോലോ ഒക്കെ ഹെയർ ബാൻഡിലോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വലിയവരുടെ ക്ലിപ്പിലായാലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് വീഡിയോ. ഇത്രയേ ഉള്ളൂ. വളരെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഒരു സ്മൈലി എങ്കിലും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.